മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യാൻ ചേർന്ന NCP നേതൃയോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഓൺലൈനായി വിളിച്ച യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ജനറൽ സെക്രട്ടറി KR രാജനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മന്ത്രിസ്ഥാനത്ത് നിന്ന് AK ശശീന്ദ്രനെ ഒഴിവാക്കാൻ PC ചാക്കോ മാന്യതയില്ലാത്ത നീക്കങ്ങൾ നടത്തിയെന്ന് ശശീന്ദ്രൻ പക്ഷക്കാരനായ KR രാജൻ ആരോപിച്ചു. ഗാന്ധിയനായിട്ടും രാജന് സങ്കുചിത നിലപാടാണെന്ന് PC ചാക്കോയും തിരിച്ചടിച്ചു. തർക്കം വ്യക്തിപരമായ തലത്തിലേക്ക് കടന്നതോടെ ചാക്കോ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. NCP കത്ത് നൽകിയാൽ പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയും നൽകി. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, NCPയിൽ മന്ത്രിമാറ്റം കീറാമുട്ടിയാണോ? ഇറങ്ങാൻ പറ്റില്ല എന്ന് AK ശശീന്ദ്രൻ, കയറിയേ പറ്റൂ എന്ന് തോമസ് കെ തോമസ്. ഇതിനിടയിൽ ആരൊക്കെയാണ് ബുദ്ധിമുട്ട്? ആരൊക്കെയാണ് ഈ സംഘർഷത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാജനും PC ചാക്കോയും തമ്മിൽ ഏറ്റുമുട്ടി എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഉമേഷ്. തീർച്ചയായും ഇന്നലെ ഓൺലൈനായിട്ടായിരുന്നു യോഗം നടത്തിയത്. ഒരുപക്ഷെ നേരിട്ടുള്ള യോഗം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കരുതിയിട്ടാകണം PC ചാക്കോ ഓൺലൈനിൽ യോഗം വിളിച്ചത്. ജില്ലാ അധ്യക്ഷന്മാരും വൈസ് പ്രസിഡന്റുമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ ആദ്യം PC ചാക്കോ സംസാരിച്ചു. PC ചാക്കോ പറഞ്ഞത് ഇത്തരത്തിൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു നൽകുന്നത് സംബന്ധിച്ച് നേരത്തെ ധാരണയായതാണ്. പക്ഷേ ഇപ്പോൾ ശശീന്ദ്രൻ അത് നൽകുന്നില്ല. അത് ശരിയായ നടപടിയല്ല. മുഖ്യമന്ത്രിയോടക്കം ഇക്കാര്യം പറഞ്ഞതാണ്. സബ് കമ്മിറ്റി വെച്ച് ശശീന്ദ്രനോട് കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. എന്നിട്ടും ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ പോയാൽ ശരിയായില്ല. MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള നിലപാടിലേക്ക് PC ചാക്കോ പോയി. അതിനുശേഷം സ്വന്തം നിലയിൽ പറഞ്ഞ ശേഷം യോഗം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു PC ചാക്കോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇക്കാര്യങ്ങൾ അറിയിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രാജൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. രാജൻ ശശീന്ദ്രൻ പക്ഷക്കാരനാണ്. അദ്ദേഹം ശക്തമായി തന്നെ ഇതിനെ എതിർത്തു. ആദ്യം തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത് ചർച്ചയായി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് PC ചാക്കോ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, ഇത് ജനാധിപത്യ സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് സംസാരിക്കാൻ അനുവദിച്ചു. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരെ വിളിച്ചിട്ടാണോ ഒരു മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇത് ജനാധിപത്യ വ്യവസ്ഥയല്ല, പാർട്ടി രീതിയല്ല, ഇങ്ങനെയല്ല വേണ്ടത്, ഇത് ശരിയായ രീതിയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഇവർ തമ്മിൽ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി. അത് നിങ്ങളൊരു ഗാന്ധിയനല്ലേ, നിങ്ങൾ ഇത്ര അസഹിഷ്ണുത കാണിക്കാൻ പാടില്ല, ഇത്ര ചുരുങ്ങിയ ചിന്താഗതി പാടില്ല എന്ന് PC ചാക്കോ രാജനെ വിമർശിച്ചു. തിരിച്ച് സമാനമായി നിങ്ങൾ എത്ര പാർട്ടിയിൽ കൂടിയാണ് കടന്നു വന്നത്, ആർക്കാണ് സങ്കുചിത മനോഭാവമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് രാജൻ തിരിച്ചടിച്ചു. ഒടുവിൽ പരസ്പരം വ്യക്തിപരമായ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതോടുകൂടി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. PC ചാക്കോ അവസാനം പറഞ്ഞത് എല്ലാം ശശീന്ദ്രൻ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാടെടുത്ത് യോഗം പിരിയുകയാണ് ചെയ്തത്. എന്തായാലും തോമസ് കെ തോമസ് തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മന്ത്രിസ്ഥാനത്തിന് പിന്തുണ നൽകണം, മന്ത്രി മാറാൻ പിന്തുണ നൽകണം, തന്നെ മന്ത്രിയാക്കാൻ പിന്തുണ നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്തായാലും NCP ഔദ്യോഗികമായി എഴുതി നൽകിയാൽ അത് അംഗീകരിക്കാമെന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. തോമസ് കെ തോമസ് മുംബൈയിൽ പോയി ശരത് പവാറിനെ കാണാനുള്ള ആലോചനയുമുണ്ട്. അതേസമയം ശരത് പവാറെ കേരളത്തിൽ തീരുമാനിച്ചോളൂ, മന്ത്രിസ്ഥാനം മാറുന്നതെല്ലാം കേരളത്തിൽ തീരുമാനിച്ചോളൂ, ദേശീയ നേതൃത്വം ഇതിൽ ഇടപെടില്ല എന്നുള്ള നിലപാടിലാണ് ശരത് പവാർ. എന്തായാലും ഇപ്പോഴും മന്ത്രിസ്ഥാനം മാറുന്നത് കീറാമുട്ടിയായി നിൽക്കുന്നു. മന്ത്രിസ്ഥാനം പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്, പക്ഷേ അതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുമാണ്. ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ പൊട്ടിത്തെറിയാണ് നമ്മൾ കണ്ടത്. PC ചാക്കോ ഒരു ഭാഗത്ത്, ശശീന്ദ്രനെ അനുകൂലിക്കുന്ന രാജൻ മറുഭാഗത്ത്.